Next question, minus pi by 2 to plus pi by 2 x cube plus x cos x plus tan raised to 5x plus 1 അത്രയും ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് എന്താണ്? ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? 0 വരും. എപ്പോഴാണ്? ഫങ്ഷൻ ഓഡാണെങ്കിൽ. ഓക്കെ, ഇതേ കാര്യം മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനോട് സെയിം ആയിട്ട് വരും. എപ്പോഴാണ്? ഫങ്ഷൻ ഈവൻ ആണെങ്കിൽ. അപ്പോൾ ആരൊക്കെയാണ് ഓഡ് ഫങ്ഷൻ, ആരൊക്കെയാണ് ഈവൻ ഫങ്ഷൻ ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എക്സ് ക്യൂബ് ഡി എക്സ്. സെക്കൻഡ് വൺ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എക്സ് കോസ് എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 tan raised to 5x dx. Again minus pi by 2 to plus pi by 2 1 dx. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് ഫങ്ഷൻ ഇതെന്താണ്? എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് ഒരു ഓഡ് ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസൾട്ട് എന്തായിരിക്കും? മൈനസ് എ ടു എ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? 0 ആയി മാറും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് ഒരു ഓഡ് ഫങ്ഷനാണ്, എന്നാൽ കോസ് എന്താണ്? ഈവൻ ഫങ്ഷനാണ്. അപ്പോൾ അവിടെ ഒരു ഓഡ് ഫങ്ഷനും ഒരു ഈവൻ ഫങ്ഷനെയും കൂടെ പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഓഡ് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എൻ്റർ എക്സ്പ്രഷൻ എന്ത് ഫങ്ഷനാണ്? ഒരു ഓഡ് ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെയും റിസൾട്ട് എന്തായിരിക്കും? 0. ഇനി ടാൻ റേസ്റ്റ് 5, ടാൻ എക്സ് ഒരു ഓഡ് ഫങ്ഷനാണ്, അതിൻ്റെ ഓഡ് പവർ ആണ് 5. അപ്പോൾ ഓഡ് പവർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതും എന്തായി മാറി? ഒരു ഓഡ് ഫങ്ഷനായി മാറി. അപ്പോൾ മൈനസ് എ ടു എ അവിടെയും 0 വന്നു. എല്ലാം മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഇനി ലാസ്റ്റ് 1 ഡി എക്സ് ആണ്. 1 ഡി എക്സിനെ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താ? എക്സ്. അതിൽ ലോവർ ലിമിറ്റ് എന്താണ്? മൈനസ് പൈ ബൈ 2, അപ്പർ ലിമിറ്റ് എന്താണ്? പ്ലസ് പൈ ബൈ 2. അങ്ങനെ എന്ത് വരും? പൈ ബൈ 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് പൈ ബൈ 2. പൈ ബൈ 2 മൈനസ് മൈനസ് പൈ ബൈ 2 എന്തായി മാറും? പൈ പ്ലസ് പൈ ബൈ 2. പൈ പ്ലസ് പൈ ബൈ 2 ഈക്വൽ ടു എത്രയാണ്? 2 പൈ ബൈ 2 ഈക്വൽ ടു 2 പൈ. സോറി, 2 പൈ ബൈ 2 ഈക്വൽ ടു പൈ.